കുറച്ച് കാശ് അമ്പാനിക്കും കൊടുക്കാന്ന് വെച്ചു. ശരവണഭവനിലെ ഊത്തപ്പം ഗംഭീര. ഓണത്തിൻ്റെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ജയലക്ഷ്മിയിൽ എന്താ ഞാൻ എൻ്റെ കൂടെ ഒരു കുട്ടുണ്ട്. മഞ്ജുഷ തുണി എടുക്കാൻ വേണ്ടി പോയി, ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അവിടെ സൈഡിലിരുന്നതാ. താഴെയൊക്കെ ഭയങ്കര തിരക്ക്. ഒന്നും മുടക്കാണല്ലോ എന്ന് വിചാരിച്ചു വന്നതാ. അപ്പോൾ നേരത്തെ എല്ലാവരും തന്നെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവല്ലേ, എല്ലാവരും മുടക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാനും മുടക്ക്. നല്ല തിരക്ക്. അയ്യോ ഒരു രക്ഷയില്ല. ഇതിൽ കൂട്ടാ താഴെ ഭയങ്കര തിരക്കല്ല. കൂട്ടൻ എന്തെടുക്കണത്? എന്ത് ഡ്രസ്സ് എടുക്കണ്ട? കൂട്ടൻ നോക്കിയിട്ട് എടുക്കാന്നാ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടെ. അതിനോട്ട് ഇന്ന് ഇവിടെ നിന്നല്ല, ഈ ഫ്ലോറിൽ നിന്നല്ല ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് നോക്കണം. തൽക്കാലിക്ക് ഒരു സ്ഥലത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനി എങ്ങനെ പോണേ? മാക്സാ ട്രെൻഡാ? പറയാ എവിടെയൊക്കെ ഉണ്ട്? ജയലക്ഷ്മിന്ന് ഇറങ്ങി. ഇനി ഇവിടെ ഇതിനപ്പുറത്ത് കഫ് കട ഉണ്ട്. കഫ് കട പോയിട്ട് സെറ്റ് കൊണ്ട് മേടിക്കണം. അപ്പം അങ്ങോട്ട് നടക്കുക കഫ് കടയിലേക്ക്. മാക്സ് ഉണ്ടാകുന്ന വെച്ചു. തൽക്കാലത്ത് ഈ ട്രെൻഡിൽ കയറാമെന്ന് വെച്ച് ഇപ്പോൾ ട്രെൻഡിൽ വന്നിട്ടുണ്ട്. കുറച്ച് കാശ് അമ്പാനിക്കും കൊടുക്കാമെന്ന് വെച്ചു. അതാണ് ട്രെൻഡ് തീരുമാനിച്ചു. അമ്പാനിയുടെ ഷെയർ മേടിച്ചിട്ട് കുറച്ച് കാശൊക്കെ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് അടിക്കണം. ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശരവണഭവനിൽ വന്നേക്കാം. പൂമുന്നത്തുള്ള ശരവണഭവൻ. അപ്പോൾ അതിനുള്ളിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നിന്നുള്ളൂ. ട്രെൻഡ്സിൽ നിന്ന് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ 6000 രൂപയുടെ മുകളിലുള്ള ബില്ലിന് ഒരു വാച്ച് കിട്ടി. വാച്ചിൻ്റെ ഞാൻ വേറെ വീഡിയോ ഞാൻ വേറെ ഇടാം. ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറട്ടെ. ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സ്ഥിരം കഴിക്കുക ഓണിയൻ ഊത്തപ്പം. അതാണ് നമ്മുടെ സ്ഥിര ഭക്ഷണം ഹോട്ടലിൽ. എനിക്ക് ഇഷ്ടമില്ല. അല്ലി ഒരു ഗീ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കുട്ടന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. മഞ്ജുഷ എന്ത് ഗാർലിക് നാൻ പറഞ്ഞു. ഏതായാലും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഫുഡ് വന്നിട്ട് കാണാം. അടിപൊളി. ശരവണഭവനിലെ ഊത്തപ്പം ഗംഭീര.